തിരുവനന്തപുരത്ത് SP ക്യാമ്പിൽ പോലീസിന്റെ പുതുതലമുറയുടെ പ്രതിനിധിയായ ട്രെയിനി ആനന്ദിന്റെ ജീവനൊടുക്കൽ കേരളത്തിലെ ജനതയെ നടുക്കിയിരിക്കുകയാണ്. പോലീസ് സംവിധാനത്തിന്റെ ഉള്ളറകളിൽ പതിറ്റാണ്ടുകളായി അടഞ്ഞുകൂടിയിരിക്കുന്ന പ്രശ്നങ്ങൾ ഒരിക്കൽ കൂടി പുറത്തു കൊണ്ടുവന്ന സംഭവം കൂടിയാണിത്. പരിശീലനം നടത്തുന്ന ക്യാമ്പ് സുരക്ഷിതവും ആത്മവിശ്വാസവും വളർത്തിക്കൊടുക്കേണ്ട സ്ഥലമായിരിക്കെ അത് തന്നെ ജീവനൊടുക്കുന്നതിലേക്ക് യുവാക്കളെ തള്ളിവിടുന്ന അന്തരീക്ഷം മാറിയെന്നത് ദൗർഭാഗ്യകരവും അപലപനീയവുമായിട്ടുള്ള ഒരു കാര്യമാണ്. ആനന്ദ് നേരത്തെ തന്നെ ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്ന കാര്യം ഓർക്കേണ്ടതാണ്. കൈഞ്ഞരമ്പ് മുറിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ച അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും തുടർന്ന് തിരിച്ചുവിടുകയായിരുന്നു. എന്നാൽ ഒരിക്കൽ ആത്മഹത്യക്ക് ശ്രമിച്ച വ്യക്തിയെ മാനസികാരോഗ്യ വിദഗ്ധരുടെ കർശനമായ മേൽനോട്ടത്തിലാക്കേണ്ടത് സംവിധാനത്തിന്റെ അടിസ്ഥാന ഉത്തരവാദിത്തമാണ്. അത് പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടാണ് ക്യാമ്പ് അധികാരികൾ അദ്ദേഹത്തെ തിരികെ അയച്ചത്. മാനസികമായി അതീവ ദുർബലനായിരുന്ന ഒരാളെ തിരിച്ചുവിട്ടത് അനാസ്ഥയല്ലാതെ മറ്റൊന്നുമല്ല. കേരള പോലീസിനകത്ത് ആത്മഹത്യകൾ പതിവായി ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിലും അതിൽ നിന്നും അധികാരികൾക്ക് പാഠമൊന്നും പഠിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.